സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ KSKTU മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറാക്കര വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. മാതൃക കണ്ടു പഠിക്കു സതീശ, മാതൃക കണ്ടു പഠിക്കു സതീശ. സർവീസ് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ടെത്തിച്ചിരുന്ന സമ്പ്രദായം മാറ്റി ബാങ്കുകൾ മുഖേന പെൻഷൻ വിതരണം ചെയ്യാനുള്ള സർക്കാർ നടപടി 63 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് സമരക്കാർ പറഞ്ഞു. ഭിന്നശേഷിക്കാർ, പ്രായാധിക്യം മൂലം ബുദ്ധിമുട്ടുന്നവർ തുടങ്ങിയവർക്ക് പെൻഷൻ ബാങ്ക് മുഖേന ലഭ്യമാക്കുന്നത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. പെൻഷൻ ഗുണഭോക്താക്കളുടെ ഏക ആശ്രയമായ സാമൂഹിക ക്ഷേമ പെൻഷൻ തകർക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും പഴയതുപോലെ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ പങ്കെടുത്ത മാർച്ച് CPM വളാഞ്ചേരി ഏരിയ സെന്റർ അംഗം ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വിധവകളായ ആളുകളുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേറൊരു സ്കോളർഷിപ്പ് ഉണ്ട്, പെൻഷൻ പദ്ധതിയുണ്ട്. ഇതെല്ലാം ചേർന്ന് 63 ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ ഈ കേരള സംസ്ഥാനത്ത് ഇത്തരത്തിലേക്കുള്ള വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവരായിട്ടുണ്ട്. KP നാരായണൻ അധ്യക്ഷനായിരുന്നു. PK മണികണ്ഠൻ സ്വാഗതവും EN ശശി നന്ദിയും പറഞ്ഞു. KP രമേശ് ചടങ്ങിൽ സംസാരിച്ചു. ഫിറോസ് പള്ളിമാലിൽ, കൃഷ്ണൻ മാസ്റ്റർ, E പ്രദീപ്, ഹസൻ ചാറത്തിങ്കൽ, K കുഞ്ഞുമുഹമ്മദ്, ഷെരീഫ് കൂട്ടാടമ്മൽ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ.